പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞി സർപ്രൈസസ് കാത്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതുവരെയുള്ള എൻ്റെ കരിയറിൽ 2009 സിനിമയിൽ വന്ന് ഇപ്പൊ 2024 വരെ എത്തി നിൽക്കുമ്പോൾ പേഴ്സണലി എൻ്റെ ഏറ്റവും നല്ല വർഷം എന്ന് തന്നെ ഞാനും എൻ്റെ സിനിമകൾ കാണുന്ന പ്രേക്ഷകർ ഒരുപോലെ പറഞ്ഞ ഒരു ഇയറാണ് 24. തലവനിൽ തുടങ്ങി അഡിയോസ് അമീഗോ, ലെവൽ ക്രോസ്, അങ്ങനെ അത്തരത്തിലുള്ള സിനിമകൾ വന്ന് ഒരു കൃത്യമായ ബാക്ക് ടു ബാക്ക് നല്ല സിനിമകൾ ഇറങ്ങിയ ഒരു വർഷമായിരുന്നു. ഞാൻ സിനിമയിൽ വന്നിട്ട് ഇത് 15ാമത്തെ വർഷമാണ്. അപ്പൊ ഇത്രയും നാളുകൾ ഇത്രയും സിനിമകൾ ചെയ്യാനുള്ള ഒരു ഭാഗ്യവും അവസരവും കിട്ടി. ഫാമിലി ആയിട്ട് ഷൂട്ടിംഗ് കാണാൻ വരുന്ന ഒരു ക്രൗഡിനെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. അതിൽ ഒരുപാട് സന്തോഷം തോന്നി. കാര്യം പ്രവാസികൾക്ക് എനിക്ക് തോന്നുന്നു എപ്പോഴും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല ഒരു സിനിമ ഷൂട്ടിംഗ് കാണുക എന്നൊക്കെ പറയുന്ന കാര്യം. പിന്നെ പ്രത്യേകിച്ച് യൂസഫ്, എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ മേ ബി സിനിമ ഇഷ്ടപ്പെട്ടിരുന്ന, സിനിമയെ ആഗ്രഹിച്ചിരുന്നവരൊക്കെ അവരുടെ ചുറ്റുപാടുകളൊക്കെ കൊണ്ട് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചിട്ട് വരുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഒരുപാട് പേരുണ്ട്. ഞാൻ പേഴ്സണലി പരിചയപ്പെട്ട് സംസാരിച്ച് ഫോട്ടോ എടുത്ത ഒരുപാട് പേര് എന്നോട് പറഞ്ഞാണ്, ഞങ്ങളൊക്കെ സിനിമയ്ക്ക് വേണ്ടി ശ്രമിച്ചു, പക്ഷെ നമ്മുടെ ചുറ്റുപാടുകൾ അതിന് സമ്മതിക്കാത്തത് കൊണ്ട്. ബാച്ചലറായിട്ടുണ്ടായിരുന്ന ക്രിസ്മസ് ശരിക്കും നമുക്ക് വളരെ ഒരു കുഞ്ഞു സ്പേസ് ആയിരുന്നു. അപ്പൊ അത് എടുത്ത് പറയുമ്പോൾ സ്കൂൾ അല്ലെങ്കിൽ കോളേജിലാണ് ക്രിസ്മസ് ആഘോഷിച്ചിരുന്നത്. പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ഉള്ള ചെറിയ ചെറിയ കറക്കങ്ങളൊക്കെ ഇരുന്നത്. പക്ഷെ ഫാമിലി പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഒരു കല്യാണത്തിനൊക്കെ ശേഷമായിരിക്കാം ക്രിസ്മസ് ആഘോഷിക്കാനും ഡിസംബറിന് ഒരു സാധ്യതയും ഡിസംബറിന് ഒരു ഭംഗിയും ഒക്കെ നമ്മൾ ആസ്വദിച്ചു തുടങ്ങിയത്. എല്ലാവരും പറയുന്ന പോലെ ഒരു വർഷത്തിലെ ഏറ്റവും ഫേവറേറ്റ് മന്ത് ഏതാണെന്ന് വെച്ചാൽ ഡിസംബറാണ്. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഒരു നമ്മൾ 20th മുതൽ ആഘോഷങ്ങൾ തുടങ്ങി 25th ആണെങ്കിലും ന്യൂ ഇയർ ആണെങ്കിലും അങ്ങനെ ഒരുപാട് ആഘോഷങ്ങൾ വരുന്ന ഒരു മാസം കൂടിയാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റും. നമസ്കാരം, മൂവി വേൾഡ് മീഡിയ മിഡിൽ ഈസ്റ്റിന്റെ അൺലിമിറ്റഡ് ടോക്സിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് കൂടെയുള്ളത് മലയാളത്തിൻ്റെ സ്വന്തം, നമ്മുടെയൊക്കെ പ്രിയ താരം ആസിഫ് അലിയാണ്. വെൽക്കം ടു ദി ഷോ. താങ്ക് യു യൂസഫ്. കിഷ്കിന്ദ കാണുന്ന ശേഷം ഇപ്പം എല്ലാവരും വളരെയധികം വെയിറ്റ് ചെയ്തൊരു പടമാണ് രേഖാചിത്രം. എന്താണ് അതിനെ കുറിച്ച് അഭിപ്രായം? എൻ്റെ പേഴ്സണലി എനിക്ക് ഇപ്പം ഇതുവരെയുള്ള എൻ്റെ കരിയറിൽ 2009 സിനിമയിൽ വന്ന് ഇപ്പൊ 2024 വരെ എത്തി നിൽക്കുമ്പോൾ പേഴ്സണലി എൻ്റെ ഏറ്റവും നല്ല വർഷം എന്ന് തന്നെ ഞാനും എൻ്റെ സിനിമകൾ കാണുന്ന പ്രേക്ഷകർ ഒരുപോലെ പറഞ്ഞ ഒരു ഇയറാണ് 24. തലവനിൽ തുടങ്ങി അഡിയോസ് അമീഗോ, ലെവൽ ക്രോസ്, അങ്ങനെ അത്തരത്തിലുള്ള സിനിമകൾ വന്ന് ഒരു കൃത്യമായ ബാക്ക് ടു ബാക്ക് നല്ല സിനിമകൾ ഇറങ്ങിയ ഒരു വർഷമായിരുന്നു. അപ്പോൾ അതിനുശേഷം 2025 ജാനുവരി 9 രേഖാചിത്രം വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നല്ല സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഒരു സക്സസ് എന്ന് തന്നെ പറയാവുന്ന ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലും വിശ്വാസത്തിലുമാണ് ഞാനും ഉള്ളത്. പിന്നെ തീർച്ചയായിട്ടും രേഖാചിത്രം എന്ന് പറഞ്ഞൊരു സിനിമ നമുക്കിപ്പം ഓൾട്ടേർഡ് ഹിസ്റ്ററി എന്നോ ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്നൊക്കെ പറയാവുന്ന കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഓണറിലുള്ള ഒരു സിനിമയാണ്. പ്രീസ്റ്റിന് ശേഷം ജോഫിൻ ചെയ്യുന്ന ഒരു സിനിമയാണ്. ഞാനിതിൻ്റെ സ്ക്രിപ്റ്റ് കേൾക്കുന്നത് ഏകദേശം ഒരു 1.5 വർഷം മുന്നെയാണ്. ഞാൻ റസൂൽ പൂക്കുട്ടി സാർ ഡയറക്റ്റ് ചെയ്ത ഒറ്റ എന്ന് പറഞ്ഞ സിനിമ പാലക്കാട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജോഫിൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തോട്ടുണ്ട്. അതൊരു ഇൻവെസ്റ്റിഗേഷൻ ആണ്, പക്ഷെ നമുക്കൊക്കെ അറിയാവുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഒരു ചരിത്രത്തിൻ്റെ അതിൻ്റെ ഒരു ഓൾട്ടേർഡ് അല്ലെങ്കിൽ അതിലൊരു കുഞ്ഞു കുഞ്ഞു വ്യത്യാസം വരുത്തിയിട്ട് ശരിക്കും എൻ്റെ ഒരു ക്യൂരിയോസിറ്റി അതാണ്. കാര്യം നമ്മളൊക്കെ കണ്ടു മറന്ന ഒരു സിനിമ ആ സിനിമയിൽ സംഭവിച്ചു എന്ന രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ക്രൈം, അതിനെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും ഇതിന്റെ കഥ പോകുന്നത്. അത് ഞാനും അത്തരത്തിലുള്ളൊരു സിനിമ കാണുന്നതും ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ വായിക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് എത്തുക എന്നുള്ള കാര്യം. ഞാൻ പറയുന്ന ഈ സിനിമ ഇപ്പൊ ഞാനത് ഏതാണ് സിനിമ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ നമുക്ക് എല്ലാം ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതിലെ പാട്ടുകൾ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരുപാട് നല്ല പാട്ടുകളുള്ളൊരു സിനിമയാണ്. അപ്പം നമ്മൾ എൻ്റെയൊക്കെ ചെറുപ്പം മുതലേ ഞാൻ കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. അതിൽ ഒരു ചെറിയൊരു എന്താ പറയാ ഒരു എഡിറ്റ് നടത്തി കുത്തിക്കയറ്റിയ ഒരു സംഭവമാണിത്. പിന്നെ ഇതിനൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊന്നും പറയാൻ പറ്റില്ല, മേ ബി ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ അങ്ങനെ പറയേണ്ട ഒരു സിനിമയാണ് അത്.
എനിക്ക് ഭയങ്കര പുതുമ തോന്നുന്ന ഒരു കഥയും ഒരു ചുറ്റുപാടും ഒക്കെയാണ് സിനിമയുടെ. മുൻകാലങ്ങളിൽ ആസിഫ് അലി ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് അഭിനയിച്ച് അല്ലെങ്കിൽ പ്രതിഫലിപ്പിച്ച ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ സെലക്റ്റീവ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സെലക്റ്റീവ് ആയിട്ട് മാത്രം? യൂസഫ്, എനിക്ക് ഒറ്റ മറുപടി ഉള്ളൂ. അത് എപ്പോഴും ഞാൻ പറയുന്നതാണ്. ഇപ്പം ഞാൻ സിനിമയിൽ വന്നിട്ട് ഇത് 15ാമത്തെ വർഷമാണ്. അപ്പൊ ഇത്രയും നാളുകൾ ഇത്രയും സിനിമകൾ ചെയ്യാനുള്ള ഒരു ഭാഗ്യവും അവസരവും കിട്ടി. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു ജോലി തന്നെ സ്ഥിരമായി ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം സ്ഥിരമായി ചെയ്യുമ്പോൾ പയ്യെ ഇവൻച്വലി നമുക്ക് അതിൻ്റെ അകത്തൊരു ക്ലാരിറ്റി വരും. അപ്പൊ അതില് ഞാൻ ഒരിക്കലും ബോധപൂർവം എടുത്തൊരു തീരുമാനമല്ല ഇന്നു മുതൽ നല്ല സിനിമകൾ ചെയ്യാം, നല്ല സ്ക്രിപ്റ്റ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം ഞാനായിട്ട് എടുത്തതല്ല. പക്ഷെ ഈ സിനിമയിലും ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി വന്നൊരു റിഫൈൻമെന്റ് ആയിരിക്കണം അത്. 2009 ആസിഫ് അലി യാത്ര തുടങ്ങിയത്, സിനിമാ ലോകത്തേക്ക് വെച്ച് തുടങ്ങിയത്. അവിടെ നിന്ന് യാത്ര തുടങ്ങി ഇന്ന് കിഷ്കിന്ധാഖണ്ഡം വരെ എത്തി നിൽക്കണം. അപ്പോൾ ആ ഒരു ജേണി എങ്ങനെയാണെന്ന് വിലയിരുത്തുന്നത്? 2009 ഞാൻ സിനിമയിൽ വരുമ്പോൾ എനിക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു സിനിമയെ പറ്റി. ഇപ്പം നമ്മളെല്ലാവരും സിനിമയെ പുറത്തുനിന്ന് കണ്ട് പരിചയമുള്ള ആളുകളായിരുന്നു അല്ലേ ആ സമയത്തൊക്കെ. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ആദ്യ സിനിമ സംഭവിക്കുന്നത് വരെ എനിക്ക് ഒരു ഇൻഡസ്ട്രിയുടെ വേറൊരു, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഹീറോ സ്റ്റാർഡം, അതിനെ പറ്റിയിട്ടൊക്കെ ആയിരുന്നു എൻ്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നത്. പക്ഷെ സിനിമയിൽ വന്ന് സിനിമയിൽ അഭിനയിച്ച് സിനിമയുടെ ഭാഗമായി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ വേറൊരു തലം ഞാൻ മനസ്സിലാക്കുന്നതും നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മാറുന്നതും സിനിമകളെ അപ്രോച്ച് ചെയ്യുന്ന രീതി മാറുന്നതും. അപ്പൊ അങ്ങനെയുള്ള പിന്നെ ഇത്രയും സിനിമകൾ ചെയ്തു. ഏകദേശം എനിക്ക് തോന്നുന്നു 80-85 സിനിമകളോളം ഞാൻ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തു. ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസിന്റെ കൂടെ, ആക്ടേഴ്സിന്റെ കൂടെ, വെറ്ററൻ ആക്ടേഴ്സിന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ ഇവരൊക്കെ നമ്മുടെ ലൈഫിലും നമ്മുടെ സിനിമയോടുള്ള അപ്രോച്ചിലും ഒക്കെ കുഞ്ഞു മാറ്റങ്ങൾ അല്ലെങ്കിൽ വലിയ മാറ്റങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും ഞാൻ ആസ്വദിക്കുന്ന രീതി, ഞാൻ സിനിമയെ കാണുന്ന രീതി, എൻ്റെ സെലക്ഷനിൽ എല്ലാ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പൊ അതാണ് ശരിക്കും കിഷ്കിന്ധാഖണ്ഡം വരെയുള്ള സിനിമകളിൽ ഈ 2009 നോക്കുമ്പോൾ ഉണ്ടായ വലിയൊരു വ്യത്യാസം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ ഒരുപാട് നല്ല സിനിമകൾ സംഭവിക്കുന്നു. എൻ്റെ കൂടെ വന്നവരും ഞാൻ കഴിഞ്ഞ് വന്നവരും ഒക്കെ ഒരുപാട് നല്ല സിനിമകൾ ചെയ്യുന്നു. എനിക്ക് എന്തുകൊണ്ട് ഒരു തിയേറ്റർ ഹിറ്റ് കിട്ടുന്നില്ല, എനിക്ക് എന്തുകൊണ്ട് നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റുന്നില്ല എന്നൊക്കെ ഒരു വിഷമം ഉണ്ടായ ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ എന്തൊക്കെയോ ദൈവം നമുക്ക് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമല്ലോ, അതുപോലെ സംഭവിച്ചതാണ് ഈ 24. തലവനിൽ തുടങ്ങി ലെവൽ ക്രോസിലാണെങ്കിലും അഡിയോസ് അമീഗോയിലാണെങ്കിലും ഒക്കെ നല്ല സിനിമകളായിരുന്നു. അഭിനയത്തിനെ പറ്റിയും പെർഫോമൻസിനെ പറ്റിയിട്ടും ഒക്കെ ആളുകൾ എടുത്ത് മെൻഷൻ ചെയ്തു. സോഷ്യൽ മീഡിയയിൽ നിരന്തരമായ ചീത്തവിളികളിൽ നിന്ന് മാറി ആളുകൾ സിനിമയെ സെലക്ട് ചെയ്യുന്നതിനെ പറ്റിയും അഭിനയത്തിനെ പറ്റിയിട്ടും ഒക്കെ നന്നായി പറയാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സാധാരണ ഒരു പടം ചെയ്യുമ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റിലോ അല്ലെങ്കിൽ അതിൻ്റെ ഈ പറയുന്ന ഡയറക്ടേഴ്സിലോ എങ്ങനെയാണ് അതിൽ തിരഞ്ഞെടുക്കുന്നതിലുള്ളൊരു? അതൊരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഞാൻ അംഗീകരിച്ചേ പറ്റുള്ളൂ. കാര്യം നമുക്ക് ഇതിനൊരു ഫോർമുല ഇല്ല. നല്ല സിനിമ ചെയ്യാനുള്ളൊരു ഫോർമുല ഇല്ല. നല്ല സംവിധായകരുടെ സിനിമകൾ പരാജയപ്പെടുന്നുണ്ട്, നല്ല സൂപ്പർ സ്റ്റാർസിന്റെ സിനിമകൾ പരാജയപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിനൊരു ഫോർമുല ഉണ്ടായിരുന്നെങ്കിൽ നല്ല സിനിമകൾ മാത്രം ചെയ്താൻ അവർ എല്ലാവരും ശ്രമിച്ചേനെ. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് സംഭവിക്കുന്നതാണ്. പ്രേക്ഷകന് സിനിമ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത് നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു സിനിമ നമ്മുടെ ടീമായിട്ട്, നമ്മുടെ ക്രൂ ആയിട്ട് ഇരുന്ന് കണ്ട് നമുക്ക് എത്ര സാറ്റിസ്ഫാക്ഷൻ വന്നിട്ട് റിലീസാവുന്ന ഒരു സിനിമയാണെങ്കിലും അത് തിയേറ്ററിൽ റിലീസായി ഒരു മാസ് ഓഡിയൻസ് അത് കണ്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിൽ അവർ ജഡ്ജ് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കും. അവർ കൂവുന്നത്, അവർ കമൻ്റ് അടിക്കുന്നത് കറക്റ്റ് പോയിന്റിലായിരിക്കും. ഒരിക്കലും നമുക്ക് പ്രേക്ഷകനെ നമുക്ക് കളിയാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല. പിന്നെ ഡെഫിനറ്റ്ലി സിനിമ റിവ്യൂവിങ്ങിനെ പറ്റിയും കൂടെ ഇതിന് പറയണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പം എനിക്കിഷ്ടപ്പെട്ടൊരു സിനിമ യൂസഫിന് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല. പക്ഷെ എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ആരും അത് കാണരുത് എന്ന് പറയുന്ന റിവ്യൂയിങ്ങിലേക്ക് സിനിമ പോകരുത്. അപ്പോൾ ആളുകളുടെ നമ്മൾ കാണാൻ പോകുന്ന മൂഡ്, നമ്മുടെ സാഹചര്യം, നമ്മുടെ ടേസ്റ്റ്, ഇതെല്ലാം നമ്മുടെ ആസ്വാദനത്തിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ എപ്പോഴും അതൊരു പേഴ്സണൽ ചോയ്സ് ആണ്. പിന്നെ നല്ല സിനിമ എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ അകത്തൊരു ലക്ക് ഫാക്ടറും കൂടെ ഉണ്ട്. എപ്പോഴും നമ്മൾക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഈ റിലീസിന്റെ മുന്നേ ഒരു മാജിക് സിനിമയിൽ സംഭവിക്കും. ആ മാജിക് ആണ് ശരിക്കും ആർക്കും ടാക്കിൾ ചെയ്യാൻ പറ്റാത്തൊരു സക്സസ് ഫോർമുല എന്ന് പറയുന്നത്.
അതിലേക്കാണ് എല്ലാവരും നോക്കുന്നത്. ഇപ്പൊ ഈവൻ 9-ാം തീയതി റിലീസാകാൻ പോകുന്ന രേഖാചിത്രത്തിനും ഞാൻ ആ മാജിക്കിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്, നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള കറക്ഷൻസ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല സിനിമ എന്ന് നമുക്ക് വിശ്വാസമാകുന്ന രീതിയിൽ ഈ സിനിമ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ മാജിക് സംഭവിക്കണം, അത് ഓഡിയൻസിലേക്ക് തീർച്ചയായിട്ടും സംഭവിക്കണം. നമ്മൾ എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. താങ്ക് യു യൂസഫ്. അപ്പോൾ ഈ രേഖാചിത്രത്തിൻ്റെ ആദ്യത്തെ പോസ്റ്റർ, ലുക്കൗട്ട് പോസ്റ്ററിൽ ഒരു കന്യാസ്ത്രീയുടെ ബാക്കിൽ ഒരു പോലീസ് ഓഫീസർ നിൽക്കുന്നു. അപ്പോൾ അത് എല്ലാവർക്കും ഒരു വലിയ ആകാംക്ഷയാണ്. എന്താണ് അതിൻ്റെ പിന്നിലുള്ള സംഭവം? അത് ശരിക്കും സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അത് ഇത്രയും വലിയ ക്യൂരിയോസിറ്റി ഉണ്ടാവേണ്ടതോ ഇത്രയും വലിയ ചർച്ച ഉണ്ടാവേണ്ടതോ വിവാദം ഉണ്ടാവേണ്ടതോ ആയ ഒരു കാര്യവും ഇല്ല അതിൻ്റെ അകത്ത്. പക്ഷെ സിനിമയുമായി വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൂ ആ പോസ്റ്ററിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി കാറ്റഗറിയിൽ വരുന്ന സിനിമയാണ്. അപ്പൊ അതിന്റെ ഒരു സൂചനയാണ് ശരിക്കും ആ പോസ്റ്റർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത്, ഇതിൽ വർക്ക് ചെയ്യുന്ന ഈ സിനിമയുടെ ഒരു ടീം, ഇതിന്റെ സംവിധായകൻ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു ജോഫിനാണ്. പ്രീസിന് ശേഷം അദ്ദേഹം ചെയ്യുന്ന സിനിമയാണ്. ജോൺ എന്ന് പറഞ്ഞൊരു പുതിയ തിരക്കഥാകൃത്താണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പു പ്രഭാകർ എന്ന് പറഞ്ഞ ഒരു, എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇനി പേരെടുത്ത് അറിയപ്പെടാൻ പോകുന്ന ഒരു ഛായാഗ്രാഹകനാണ്, DOP ആണ് അദ്ദേഹം. ലെവൽ ക്രോസ് അദ്ദേഹമാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ ഒരു പിടി നല്ല സിനിമകൾ, അല്ലെങ്കിൽ മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമകൾ ചെയ്തിട്ടുള്ള വേണു കുന്നപ്പള്ളിയുടെ കാവ്യ ഫിലിംസ് ആണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഷമീർ മുഹമ്മദാണ് എഡിറ്റർ. അപ്പൊ ഒരു നല്ല സിനിമയ്ക്ക് വേണ്ട നമ്മളെ കൊണ്ട് കൂട്ടാൻ പറ്റുന്ന ഒരു നല്ല ടീം ഈ സിനിമയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട്. ആസിഫിൻ്റെ എല്ലാ പടങ്ങളും എടുത്ത് നോക്കിയാലും വ്യത്യസ്തങ്ങളായ ക്യാരക്ടേഴ്സ് ആയിരിക്കും. അതായത് നമ്മൾ ആദ്യം കണ്ട പടങ്ങളല്ലായിരിക്കും പിന്നീട് ഒരു ക്യാരക്ടർ വരുന്നത്. അത് ഒരുപാട് നമ്മളുടെ ഉള്ളിലുള്ള, അല്ലെങ്കിൽ നമ്മൾ കണ്ടു വളർന്ന, അല്ലെങ്കിൽ നമ്മൾ കണ്ടു കഴിഞ്ഞൊരു ക്യാരക്ടറായിരിക്കും നമുക്ക് ആ പടത്തിലൂടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തീമോ അങ്ങനെയുള്ള കഥകളോ തിരഞ്ഞെടുക്കുക എങ്ങനെയാണ് അതിന് സാധിക്കുന്നത്? അത് യൂസഫ്, ഇപ്പം നമുക്ക് സിനിമ സെലക്ട് ചെയ്യാനുള്ളൊരു ഫ്രീഡം ഉണ്ട്, ഒരു സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഒരു കഥ കേട്ട് കഴിഞ്ഞിട്ട് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യാമെന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാനുള്ള ഒരു ഫ്രീഡം ഇപ്പോൾ എനിക്കുണ്ട്. അപ്പം ചെയ്യുന്ന സിനിമകൾക്ക് ഒരു കാറ്റഗറിയിൽ പെടുന്നതാവരുത് എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന എൻ്റെ ഒരു സേഫ് സോൺ ഇതാണ് എന്ന ആളുകൾക്ക് തോന്നരുത്. എല്ലാ രീതിയിലുള്ള സിനിമകളും ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയതിൽ തന്നെ തലവനാണെങ്കിലും ലെവൽ ക്രോസ് ആണെങ്കിലും അഗെയിൻ അഡിയോസ് അമീഗോ ആണെങ്കിലും മൂന്ന് കാറ്റഗറിയിലുള്ള സിനിമകളായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ചോയ്സസും ബോധപൂർവം ചെയ്യുന്നതാണ്. ആ ഒരു ഫ്രീഡം ഞാൻ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ നമുക്ക് അറിയാം, ഇപ്പം ഉയരെ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഒരു പെൺകുട്ടിക്ക് ഒരു ആളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നേരെ പോയി ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന സമയത്താണ് ഉയരെ സംഭവിക്കുന്നത്. കെട്ടുകളാണെന്റെ മാലാക പറയുന്ന സമയത്ത് നമുക്കറിയാം, ഞങ്ങള് മനസ്സിലാക്കിയെടുത്തോളം ഒരു 30% പുരുഷന്മാർക്കും സ്ത്രീകളോട് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് അറിയാൻ പാടില്ലാത്തൊരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഇത് സ്റ്റോർ ആവുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ചോയ്സസ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇവൻച്വലി എനിക്കുണ്ടാവുന്ന ഒരു മെച്യൂരിറ്റി എൻ്റെ ലൈഫിൽ, ഇപ്പം ഞാൻ ഹണീബി ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കിളിബോയ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്ത് നിന്ന് ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി വളരുന്നുണ്ട്. എനിക്കും ഏജ് വൈസ് ആണെങ്കിലും എക്സ്പീരിയൻസ് വൈസ് ആണെങ്കിലും എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും എൻ്റെ ചോയ്സസിനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ളതാണ് സ്ക്രിപ്റ്റ് സെലക്ഷനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. എഗെയിൻ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനിമകൾ, ഇപ്പം ആവേശം പോലുള്ള സിനിമകൾ, അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. അപ്പം അത്തരത്തിലുള്ള സ്ക്രിപ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ എല്ലാം വന്നു ചേരുന്നതാണോ? കിഷ്കിന്ധാകണം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പടമാണ്. അപ്പോൾ അതിൽ വിജയരാഘവൻ സാറുമായിട്ടുള്ള കോംബോ എങ്ങനെയായിരുന്നു? എനിക്ക് ശരിക്കും ഞങ്ങളെല്ലാവരും സ്നേഹത്തോടെ അദ്ദേഹത്തിന് കുട്ടേട്ടാന്നാണ് വിളിക്കുന്നത്. ഞാൻ പരിചയപ്പെട്ട സമയം മുതൽ അങ്ങനെ വിളിക്കാനുള്ളൊരു ഫ്രീഡവും സ്പേസും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കിഷ്കിന്ധാകണ്ടത്തിന്റെ ആദ്യത്തെ പേര് ക്യൂരിയസ് കേസ് ഓഫ് അപ്പുപിള്ള എന്നായിരുന്നു. അപ്പുപിള്ള എന്ന് പറഞ്ഞ് കുട്ടേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഈ സിനിമ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, പക്ഷെ പേര് അങ്ങനെയായിരുന്നു. അപ്പം ഞാനാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ആദ്യം കേൾക്കുന്നത്. അപ്പം അതെന്നോട് പറയുന്ന സമയത്ത് ഇവർക്ക് എല്ലാവർക്കും ഒരു പേടിയുണ്ടായിരുന്നു. ഞാനിത് പേടിയല്ല, എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വേറൊരാളോട് പറയാം എന്നുള്ളതായിരുന്നു അവരുടെ പ്ലാൻ. അപ്പം ഞാൻ കേൾക്കുമ്പോൾ ഇതില് അപ്പുപിള്ളയാണ് ഇതിലെ സെൻട്രൽ ക്യാരക്ടർ എന്ന് തോന്നും. അപ്പം ഞാൻ ആ സിനിമയോട് നോ പറയാം സാധ്യതയുണ്ടെന്നൊക്കെ അവർക്കൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ സിനിമയുടെ അല്ലെങ്കിൽ അതിന്റെ സ്ക്രീൻ പ്ലേയുടെ ബ്രില്യൻസ് ആണ് എന്നെ ശരിക്കും അട്രാക്ട് ചെയ്തത്. തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് അജയനുള്ള സ്പേസ് ഉറപ്പായിട്ടും ഉണ്ട്. പിന്നെ
അപ്പുപിള്ള എന്ന് പറഞ്ഞ ക്യാരക്ടറിന് എങ്ങനെ ഒരു ആർട്ടിസ്റ്റ് പോർട്രേ ചെയ്യും എന്നുള്ളതിന്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഇത് വിജയരാഘവൻ സാറിനോട് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇത് വളരെയധികം മനസ്സിലാവുകയും എഗെയിൻ അപർണ ബാലമുരളി ഇതിലേക്ക് വരുന്നു. എൻ്റെ സുഹൃത്തുക്കളാണ് ഇവരെല്ലാവരും. ഇപ്പം ഡിഞ്ചിത്ത് ആണെങ്കിലും ബാഹുലാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ഇതിനു മുന്നേ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടീം ഒരുമിച്ച് വരുന്നു, ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നു. കുട്ടേട്ടൻ എന്ന് പറഞ്ഞൊരു സീനിയർ ആക്ടർ അവിടെ വരുമ്പോൾ ഒരു രീതിയിലും നമുക്ക് ഈ ഷൂട്ടിങ്ങിൽ ഒരു ഫണ്ട് നഷ്ടപ്പെടുകയോ ഒരു സീനിയർ ആക്ടർ ലൊക്കേഷനിൽ ഉണ്ടെന്നുള്ള ഒരു വ്യത്യാസം ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം അതിനു വേണ്ടി എഫേർട്ട് ഇടുകയും ശരിക്കും ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും അറിഞ്ഞിരുന്നത് ഈ അഞ്ഞൂറാൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഫാദർ ചെയ്ത ക്യാരക്ടറാണ് ഇതിന്റെ ഒരു ബേസിക് റെഫറൻസ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. അത് ഒരിക്കലും ഞങ്ങൾ കുട്ടേട്ടനോട് ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ നമുക്കത് ഏറ്റവും സന്തോഷം തന്നതും കുട്ടേട്ടൻ എടുത്ത അപ്രോച്ചും അല്ലെങ്കിൽ കുട്ടേട്ടൻ അത് പോർട്രേ ചെയ്ത രീതിയും വളരെ സിമിലർ ആയിട്ടുള്ളതായിരുന്നു എന്നുള്ളത്. ആസിഫ് അഭിനയിച്ച് ഏതെങ്കിലും ചില ക്യാരക്ടർ ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് ഒരുപാട് ക്യാരക്ടർ ചെയ്തിട്ട് കഴിഞ്ഞു ഓൾറെഡി. അതിന് എന്തെങ്കിലും എന്താ പറയുക, അതിന് പിന്നെ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ടാവില്ലേ ഓരോ ക്യാരക്ടർ? യൂസഫ്, ഒരിക്കലും എൻ്റെ ക്യാരക്ടേഴ്സ് ഇപ്പം മോശമായാലും നല്ലതായാലും ആളുകൾ എത്ര സംസാരിച്ച ക്യാരക്ടർ ആയാലും അതൊരിക്കലും എൻ്റെ മാത്രം ക്യാരക്ടർ അല്ല, എൻ്റെ എഫേർട്ട് അല്ല അതൊരിക്കലും. അതിനകത്ത് കൃത്യമായി എൻ്റെ ടീം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്നെ പറ്റി ഏറ്റവും എടുത്തു പറയുന്ന ക്യാരക്ടേഴ്സാണ് കെട്ടിയോളാണ്ടിന്റെ മാലാഖയിലെ ആണെങ്കിലും ശ്രീവാച്ചനാണെങ്കിലും ഉയരയിലെ ഗോവിന്ദാണെങ്കിലും ഇപ്പം കിഷ്കിന്ധകാണ്ഡത്തിലെ അജയനാണെങ്കിലും എല്ലാം എടുത്ത് പറയുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് എന്നേക്കാൾ കൂടുതൽ എൻ്റെ ടീമിനാണ് പോകുന്നത്. കൃത്യമായി സ്ക്രിപ്റ്റിൽ ഡീറ്റെയിലിംഗ് വരുമ്പോൾ ഇപ്പം അത്തരത്തിൽ ഞാൻ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് എൻ്റെ കരിയറിൽ ഞാൻ ചെയ്തത് അഡിയോസ് അമീഗോയിലെ ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു മദ്യപാനിയായ ഒരു ക്യാരക്ടറിനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു സീനിലോ 2 സീനിലോ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ഒരു ഫുൾ സിനിമയിൽ ഈ ഒരു ക്യാരക്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര പരിപാടിയാണ്. കാര്യം അതിന്റെ ഏറ്റവും നല്ല അല്ലെങ്കിൽ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് എന്ന് പറയുന്നത് അയാൾ കഥ എഴുതുകയാണ് സാഗർ കോട്ടപ്പുറം എന്ന് പറഞ്ഞ് ലാൽ സർ ചെയ്തു വെച്ചൊരു ക്യാരക്ടറാണ്. അപ്പൊ ആ ക്യാരക്ടറായിട്ടാണ് ഓട്ടോമാറ്റിക്കലി ഇതിനൊരു കമ്പാരിസൺ വരിക. അപ്പൊ അതുമായിട്ട് ഒരു സിമിലാരിറ്റി തോന്നാനും പാടില്ല, പക്ഷെ ഇതിനൊരു ഐഡന്റിറ്റി ഉണ്ടാവുകയും ചെയ്യണം എന്ന് പറയുന്നതായിരുന്നു ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ഇതുവരെ ഉള്ളതിൽ എനിക്ക് തോന്നിയത്. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ തങ്കം എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്റർ അദ്ദേഹം കെട്ടിയോണാണന്റെ മാലയിൽ എനിക്ക് ശ്രീവാച്ചൻ തന്ന ആളാണ്. അപ്പൊ ഇത് പറയുന്ന സമയത്ത് ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള ഇയാളുടെ എക്സ്പ്രഷൻസിനെ പറ്റിയും ഇയാളുടെ സ്വഭാവത്തിനെ പറ്റിയും തങ്കം എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെ. ഇപ്പൊ ഞാൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സും അതൊരിക്കലും ഇപ്പൊ ഞാൻ മെത്തേഡ് ആക്ടിങ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് എൻ്റെ ടീമിന്റെ സപ്പോർട്ട് കൊണ്ടാണ് അത്തരത്തിലുള്ള പെർഫോമൻസ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ റാസൽ ഖൈമയിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ എന്താണ് ഇവിടെ വരാനുള്ള സന്തോഷത്തിന്റെ കാര്യം? റാസൽ ഖൈമയിൽ ഞാൻ സർക്കീട്ട് എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് വന്നതാണ്. മൊത്തമായി UAE ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. തമർ എന്ന് പറഞ്ഞ സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ 1001 നുണകൾ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം ചെയ്യുന്ന ഒരു സിനിമയാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. ഈ വർഷത്തെ ക്രിസ്മസ് ഇവിടെ തന്നെ ആയിരിക്കും. ഈ വർഷം ക്രിസ്മസും ന്യൂ ഇയറും ഇവിടെ തന്നെയാണ്. നമുക്കറിയാം UAE എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ഇവിടത്തെ ചൂടാണ്. പക്ഷെ ഒരു സിനിമ ഷൂട്ട് ചെയ്യാനും ഇത്രയും ദിവസം സ്പെൻഡ് ചെയ്യാനും പറ്റിയ ഏറ്റവും നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതെ, പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ ഡിസംബർ 1 ഞാൻ ശരിക്കും UAE എത്തിയത്. നമ്മൾ ഷാർജയിൽ ഷൂട്ട് തുടങ്ങി, ഇപ്പോൾ റാസൽ ഖൈമ വരെ എത്തി. അപ്പോൾ എല്ലാ ദിവസവും ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഭയങ്കരമായ നല്ല കാലാവസ്ഥയിലും പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമാശയ്ക്ക് പറയും, നാട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത്രയും ആളുകളും തിരക്കും ഷൂട്ടിംഗ് കാണാനുള്ള ബഹളവും ഒന്നും ഇപ്പോൾ ഉണ്ടാവാറില്ല. പ്രത്യേകിച്ച് എറണാകുളത്തൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ആളുകൾ ഷൂട്ടിംഗ് സ്ഥിരമായി കാണുന്നതാണ്. ഇപ്പൊ ഈ സിനിമയുടെ ഒരു മേജർ ഭാഗം ഷൂട്ടിംഗ് നടക്കുന്നത് രാത്രിയാണ്. ഇതിന്റെ ഒരു മേജർ കഥ നടക്കുന്നത് രാത്രിയാണ്. അപ്പൊ ഷൂട്ടിങ്ങും രാത്രി തന്നെയാണ്. അപ്പൊ രാത്രി ഈ ജോലി തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ഫാമിലി ആയിട്ട് ഷൂട്ടിംഗ് കാണാൻ വരുന്ന ഒരു ക്രൗഡിനെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. അതിലൊരുപാട് സന്തോഷം തോന്നി. കാര്യം പ്രവാസികൾക്ക് എനിക്ക് തോന്നുന്നു എപ്പോഴും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല ഒരു സിനിമ ഷൂട്ടിംഗ് കാണുക എന്നൊക്കെ പറയുന്ന കാര്യം. പിന്നെ പ്രത്യേകിച്ച് യൂസഫ് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
മേ ബി സിനിമ ഇഷ്ടപ്പെട്ടിരുന്ന, സിനിമയെ ആഗ്രഹിച്ചിരുന്നവരൊക്കെ അവരുടെ ചുറ്റുപാടുകളൊക്കെ കൊണ്ട് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചിട്ട് വരുന്ന ഒരു സ്ഥലവും കൂടിയാണ് തീർച്ചയായിട്ടും നമുക്കിവിടെ ഒട്ടനവധി കാണാവുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഒരുപാട് പേര്. പേഴ്സണലി പരിചയപ്പെട്ട് സംസാരിച്ച് ഫോട്ടോ എടുത്ത ഒരുപാട് പേര് എന്നോട് പറഞ്ഞാണ്, ഞങ്ങളൊക്കെ സിനിമയ്ക്ക് വേണ്ടി ശ്രമിച്ചു, പക്ഷെ നമ്മുടെ ചുറ്റുപാടുകൾ അതിന് സമ്മതിക്കാത്തത് കൊണ്ട്. പക്ഷെ അതൊക്കെ ചെന്ന് അവസാനിച്ചെന്ന് ചെറിയ ഷോർട്ട് ഫിലിമിലോ അല്ലെങ്കിൽ ഒരു മൂവി പഴയ പോലെ അല്ല, ഇപ്പൊ നമുക്ക് റീൽസ് മുതലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ പല സമയത്തും ഫോട്ടോ എടുക്കാൻ വരുന്ന ആളുകളെല്ലാം ഒരു റീല് ചെയ്യട്ടെ അല്ലെങ്കിൽ ഒരു ടിക്ടോക്ക് ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട് ഇപ്പൊ ക്രിയേറ്റീവായിട്ട് ആളുകൾ ഭയങ്കരമായിട്ട് ഇതിൽ സിനിമയായി റിലേറ്റഡ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ റാസൽ ഖൈമിലെ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ശരിക്കും ഭയങ്കര സന്തോഷം തരുന്നതാണ്. ഒരു ലൊക്കേഷൻ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് പോകുന്നൊരു അവസ്ഥയായിരിക്കും. നമുക്ക് ഓണമായിരുന്നാലും വിഷു ആയിരുന്നാലും പെരുന്നാളായിരുന്നാലും അങ്ങനെ ഒരു സമയമൊന്നും ഉണ്ടാവില്ല. സാധാരണ ഓർത്തെടുക്കാൻ പറ്റിയ എന്തെങ്കിലും ക്രിസ്മസ് അനുഭവങ്ങൾ? പിന്നെ ക്രിസ്മസ് എപ്പോഴും അതായത് ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ആദ്യം ഒരു നമ്മളൊരു ബാച്ചിലർ ലൈഫിൽ നടക്കുമ്പോൾ അതൊരു ക്രിസ്മസ് ആയിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമുക്ക് പൈസ ഒക്കെ സ്വരൂപിച്ച് നമ്മൾ യാത്ര അത് കഴിഞ്ഞ് ഫാമിലി ആയപ്പോൾ കുറച്ചും കൂടി നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക കുറച്ചും മെച്ചോർഡായി നമ്മൾ കുറച്ചും കൂടി കെയർ ചെയ്യേണ്ട സംഭവം. ഈ ബാച്ചിലർ ആയിട്ടുണ്ടായിരുന്ന ക്രിസ്മസ് ശരിക്കും നമുക്ക് വളരെ ഒരു കുഞ്ഞു സ്പേസ് ആയിരുന്നു. അപ്പൊ അതെടുത്ത് പറയുമ്പോൾ സ്കൂൾ അല്ലെങ്കിൽ കോളേജിലാണ് ക്രിസ്മസ് ആഘോഷിച്ചിരുന്നത്. പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ഉള്ള ചെറിയ ചെറിയ കറക്കങ്ങളൊക്കെ ഇരുന്നു. പക്ഷെ ഫാമിലി ഇപ്പം പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഒരു കല്യാണത്തിനൊക്കെ ശേഷമായിരിക്കാം ക്രിസ്മസ് ആഘോഷിക്കാനും ഡിസംബറിന് ഒരു സാധ്യതയും ഡിസംബറിന് ഒരു ഭംഗിയും ഒക്കെ നമ്മൾ ആസ്വദിച്ചു തുടങ്ങിയത്. എല്ലാവരും പറയുന്ന പോലെ ഒരു വർഷത്തിലെ ഏറ്റവും ഫേവറേറ്റ് മന്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഡിസംബർ ആണ്. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഒരു ഇപ്പം നമ്മൾ 20th മുതൽ ആഘോഷങ്ങൾ തുടങ്ങി 25th ആണെങ്കിലും ന്യൂ ഇയർ ആണെങ്കിലും അങ്ങനെ ഒരുപാട് ആഘോഷങ്ങൾ വരുന്ന ഒരു മാസം കൂടിയാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റും അതെടുത്ത് പറയേണ്ടതാണ്. അപ്പം ക്രിസ്മസ് ഇപ്പം ഞാൻ കഴിഞ്ഞൊരു എടുത്തു പറയുകയാണെങ്കിൽ കുട്ടികൾ അതും ഹൈയും വന്നതിന് ശേഷം നമ്മൾ സ്ഥിരമായി വീട്ടിൽ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യുകയും ക്രിസ്മസ് ഡെക്കോർ ചെയ്യുകയും പിന്നെ ബാലു വർഗീസിന്റെ വീട്ടിലായിരിക്കും അധികവും നമ്മൾ ക്രിസ്മസ് ലഞ്ച് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ എനിക്ക് ഇപ്പം എന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഒരുപാട് സുഹൃത്തുക്കളും ഒരു ഫാമിലി പോലെ കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എല്ലാ ആഘോഷങ്ങളും അതിപ്പോ ക്രിസ്മസ് ആണെങ്കിലും ഓണം ആണെങ്കിലും എന്ത് ആഘോഷമാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് കൂടുകയും അതിന്റെ ഏറ്റവും ഭംഗിയായ രീതിയിൽ ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുമാണ്. പ്രത്യേകിച്ച് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ പ്രാവശ്യം UAE-ലാണ്. പക്ഷെ എന്തായാലും ഓർത്തെടുക്കാൻ പറ്റിയ കൊച്ചുനാളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് ഓർത്തെടുക്കാൻ പറ്റിയ എന്തെങ്കിലും നമ്മള് ഓർത്തെടുക്കുക എന്ന് പറഞ്ഞാല് ക്രിസ്മസിന് മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും നമുക്ക്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ലഞ്ചും ഇങ്ങനെ ഈ ഗെറ്റ് ടുഗദേഴ്സ് തന്നെയാണ് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഭാവി പ്രൊജക്ടുകൾ എന്താണ്? ഇനിയിപ്പോ ഞാൻ എൻ്റെ ഒരു ഏറ്റവും ആന്റിസിപ്പേറ്റഡ് പ്രോജക്റ്റ് എന്ന് ഞാനും വിശ്വസിക്കുന്നത് ടിക്കി ടാക്ക എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അതിന്റെ ഷൂട്ടിംഗ് തുടങ്ങി ഏകദേശം ഒരു 12 ദിവസം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. 12ാമത്തെ ദിവസം ഷൂട്ട് ചെയ്യുമ്പോഴാണ് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായതും ആ ഷൂട്ട് ബ്രേക്കായി. അപ്പൊ അതിൽ നിന്നൊരു കംപ്ലീറ്റ് റിക്കവറി ഞാനിപ്പോൾ ആയി വന്നു. ഇനിയിപ്പം ഒരു മാർച്ച് ഏപ്രിലോടുകൂടി അതിൽ ജോയിൻ ചെയ്യും. അതിന് മുന്നേ ഞാൻ ജോയിൻ ചെയ്യുന്നത് ജിത്തു ജോസഫ് സാർ ഡയറക്ട് ചെയ്യുന്ന ഒരു ഫിലിമാണ്. ഞാനും അപർണ ബാലമുരളിയും വീണ്ടും ഒന്നിക്കുന്ന ഒരു സിനിമയാണ്. അതാണ് അടുത്ത 2 പ്രൊജക്ട്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റിൽ നിൽക്കുന്നത് രേഖാചിത്രം തന്നെയാണ്. അതില് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കുഞ്ഞു സർപ്രൈസസ് കാത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ അത് തിയേറ്റർ എക്സ്പീരിയൻസിനെ ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പക്ഷെ ഉറപ്പായിട്ടും ഈ സിനിമ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പൊ മലയാളം ഇൻഡസ്ട്രിയെ കുറിച്ചിട്ട് എന്താണ് ഇനി ഫ്യൂച്ചറിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് താങ്കളുടെ? നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇപ്പൊ എന്നോട് എല്ലാവരും ചോദിക്കും എന്തുകൊണ്ടാണ് അന്യഭാഷ സിനിമകൾ ചെയ്യാത്തതെന്ന്. ഞാൻ എപ്പോഴൊക്കെ അത്തരത്തിലുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടോ, എനിക്ക് അങ്ങനെയൊക്കെ ഒരു ഓഫർ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ, അതിനേക്കാൾ മികച്ച സിനിമകൾ എനിക്ക് മലയാളത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. മലയാളത്തിൽ വരുന്ന സിനിമകൾ അത്രയും പുതിയ സിനിമകളാണ്. അപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ജനറേഷനും തോന്നിയിട്ടുണ്ട് അവർ ന്യൂ ജനറേഷൻ ആണെന്ന്. നമ്മൾ ഈ ഇതിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പൊ ഞാൻ കണ്ട ആദ്യത്തെ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇന്ദ്രപ്രസ്ഥമായിരിക്കാം, അല്ലെങ്കിൽ ഓ ഫാബി ആയിരിക്കാം, അല്ലെ, ഒരു മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ഇന്ത്യയിലെ ആദ്യത്തെ 3D സിനിമ ചെയ്തത് നമ്മളാണ്. അങ്ങനെ മലയാള സിനിമയിൽ ഇറങ്ങി എല്ലാ കാലഘട്ടത്തിലും ഒരു പുതിയ അപ്രോച്ച് സിനിമയോടും പ്രേക്ഷകരോടും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു വലിയ അഹങ്കാരമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നിൽക്കുന്ന സമയം കുറച്ച് എഗെയിൻ നമ്മൾ ഇപ്പൊ പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം എടുത്തു പറയുമ്പോൾ എല്ലാവരും ഇപ്പൊ ഈ ഡിസംബറിൽ നമുക്ക് സംഭവിക്കാം ഒരുപാട് റൗണ്ട് ടേബിൾസ് നടക്കുന്ന സമയത്ത് ആളുകൾ ഡിസ്കസ് ചെയ്യുന്നത് എഗെയിൻ മലയാള സിനിമയെ പറ്റിയിട്ടാണ്. എങ്ങനെയാണ് ഈ കുഞ്ഞു ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ഇത്രയും ഒരു കേരളം എന്ന് പറഞ്ഞ പ്രദേശത്തെ ഓഡിയൻസിന് മലയാളം മനസ്സിലാവുന്ന ഓഡിയൻസിന് വേണ്ടി ചെയ്യപ്പെടുന്ന സിനിമ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളൊരു അത്ഭുതമാണ്.
ഇത്രയും കോടികളില്ല, ഇത്രയും ദിവസങ്ങൾ ഷൂട്ട് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന സിനിമകൾ വേറെ ഏതൊരു ഇൻഡസ്ട്രിയോടും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമകളാണ് അല്ലേ? ആ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് ഈ ഒരു ജനറേഷനിൽ നിൽക്കാൻ പറ്റുന്നത് ഭയങ്കര എന്താ പറയുക, പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ആക്ടേഴ്സും ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ടെക്നീഷ്യൻസും. ഇപ്പം നമ്മൾ ഹിന്ദി സിനിമ എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ സിനിമറ്റോഗ്രാഫേഴ്സ് എത്ര പേരാണ് അല്ലെ? ജോമോൻ ടി ജോണിനെയൊക്കെ ഞാൻ പല സമയത്തും ഞാൻ ഫ്രീ ഉള്ളപ്പോൾ ഞാൻ ജോമോനെ വിളിക്കുമ്പോൾ ജോമോൻ ഹിന്ദി സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ ചിദംബരം, മഞ്ഞുമൽ ബോയ്സിന് ശേഷം ചെയ്യാൻ പോകുന്നത് ഹിന്ദി സിനിമയാണ്. അപ്പൊ അത്രയും ഓപ്പർച്യൂണിറ്റി, അത് നമ്മുടെ ആഗ്രഹമല്ല, അവര് വിളിക്കുവാണ് നമ്മളെ, നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്ന് വർക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അതൊരു ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ്. താങ്കളുടെ ഫാദർ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാം കാണാം, എല്ലാവരും ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയാണ്. എന്താണ് താങ്കളുടെ ഒരു ഒപ്പീനിയൻ? എൻ്റെ ഫാദർ ആസ് എ പൊളിറ്റീഷ്യൻ ഞാൻ ഏറ്റവും ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഒറ്റ കാര്യം ആളുകളോട് പെരുമാറുന്ന രീതിയും സംസാരിക്കുന്ന രീതിയും മാത്രമാണ്. അത് എനിക്കൊരു എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ ആളുകളോട് എൻ്റെ വാപ്പ സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ എത്ര വെൽക്കമിങ് ആണ് ആളുകൾക്ക് വാപ്പ എന്നുള്ളതാണ് ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനൊരു രാഷ്ട്രീയ പാർട്ടി വേണമെന്നോ എനിക്കൊരു പൊളിറ്റീഷ്യൻ ആവണമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് അത് മാത്രമാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. പിന്നെ എനിക്ക് കൃത്യമായൊരു പൊളിറ്റിക്കൽ വ്യൂ ഉണ്ട്, പക്ഷെ ഒരു പാർട്ടി ബേസ്ഡ് അല്ല. അപ്പോൾ ഒരു രാഷ്ട്രീയ ഭാവി അങ്ങനെ ഒന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത എൻ്റെ ഫാദർ ആണെങ്കിൽ അദ്ദേഹത്തിനെ പോലെ ജീവിക്കണം, അദ്ദേഹത്തിനെ പോലെ പെരുമാറണം, അദ്ദേഹത്തിൻ്റെ സ്വഭാവം വേണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്തായാലും നന്ദി, ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചതിനും സംബന്ധിച്ചതിനും. ഹാപ്പി ന്യൂ ഇയർ, മെറി ക്രിസ്മസ്. അപ്പോൾ ജനുവരി 9 രേഖാചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമാണ്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ ഞങ്ങൾ ക്ഷണിക്കുന്നു. അപ്പോൾ തിയേറ്ററിൽ കാണാം തീർച്ചയായും.